നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിലെ മലയാളി സമൂഹത്തിന് കായികാവേശത്തിന്റെ പുതിയ അധ്യായം സമ്മാനിക്കാൻ സമീക്ഷ UK സംഘടിപ്പിക്കുന്ന ഓൾ UK വടംവലി മത്സരം വരുന്നു. മെയ് 30 ശനിയാഴ്ച ശ്രൂസ്ബറിയിലാണ് മത്സരം. ലണ്ടൻ റോഡ് സ്പോർട്സ് സെന്റർ വേദിയാകുന്ന മത്സരത്തിൽ 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് £125. ആകർഷകമായ സമ്മാനത്തുകകളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. യുകെയിലെ വടംവലി മത്സര ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സമ്മാനത്തുകകളും എവർ റോളിംഗ് ട്രോഫികളുമാണ് നൽകുന്നത്. ഒന്നാം സ്ഥാനത്തിന് £2001 ട്രോഫിയും, രണ്ടാം സ്ഥാനത്തിന് £1001 ട്രോഫിയുമാണ് സമ്മാനം. മൂന്നാം സ്ഥാനത്തിന് £501, നാലാം സ്ഥാനത്തിന് £251, അഞ്ചാം സ്ഥാനത്തിന് £151, ആറാം സ്ഥാനം മുതൽ എട്ടാം സ്ഥാനം വരെ £101 വീതവും ട്രോഫിയുമാണ് സമ്മാനമായി നൽകുക. മികച്ച കായിക സംസ്കാരം പുലർത്തുന്ന ടീമിന് ഫെയർ പ്ലേ അവാർഡും ടൂർണമെന്റിലെ മികച്ച കളിക്കാരന് ബെസ്റ്റ് പുള്ളർ അവാർഡും സമ്മാനിക്കും. UK മലയാളികളെ തേടി തുടർച്ചയായി മരണവാർത്തകൾ എത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്തയും പുറത്തുവന്നു. യുകെയിലെ മിൽട്ടൺ കീൻസിൽ പ്രമുഖ മലയാളി ഡോക്ടർ അച്ചാമ്മ ജോൺ ദാരുണമായി കൊല്ലപ്പെട്ടു. സംഭവത്തിൽ 58-കാരനായ ഭർത്താവ് കസ്റ്റഡിയിലാണ്. കുടുംബ വഴക്കിനെ തുടർന്നുള്ള കൊലപാതകമാണെന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച വൈകുന്നേരമാണ് മിൽട്ടൺ കീൻസിലെ വൂൾവർട്ടണിൽ ഈസ്റ്റ്മൂഡ് ഡ്രൈവിലുള്ള ദമ്പതികളുടെ വസതിയിൽ വെച്ച് ഭർത്താവ് പോലീസിന്റെ പിടിയിലാകുന്നത്. വീട്ടിൽ നിന്നും അടിയന്തര സഹായം തേടിയുള്ള സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം എത്തിയപ്പോൾ അച്ചാമ്മ ജോൺ മരിച്ച നിലയിലായിരുന്നു. പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു. തൊട്ടു പിന്നാലെയാണ് IT ജീവനക്കാരനായ മലപ്പുറം സ്വദേശിയുടെ മരണവാർത്തയും മലയാളികളെ തേടിയെത്തിയത്. സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് നബീൽ മരണമടഞ്ഞത്. കഴിഞ്ഞ 5 വർഷമായി സൗത്താംപ്ടണിൽ IT മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പിന്നാലെ വൈകുന്നേരത്തോടെയാണ് ലിറ്റിൽ ഹാംപ്ടണിലെ കോട്ടയം സ്വദേശിയുടെ മരണവാർത്തയെത്തിയത്. താഴത്തങ്ങാടി മൂഴിയിൽ വിന്നി M കോശിയാണ് വിട പറഞ്ഞത്. പഠനം കഴിഞ്ഞിറങ്ങുന്ന യുവാക്കൾക്ക് യുകെയിൽ ആദ്യ ജോലി കണ്ടെത്തുന്നത് കൂടുതൽ കടുപ്പമാകുന്നു. എൻട്രി ലെവൽ തൊഴിലവസരങ്ങൾ കുത്തനെ കുറയുന്നതായാണ് പുതിയ മുന്നറിയിപ്പ്. മുൻപ് ഒരു ജോലിക്ക് 10 അപേക്ഷകൾ ലഭിച്ച സ്ഥാനത്ത് ഇപ്പോൾ അത് 19 ഉയർന്നുവെന്ന് പ്രമുഖ റീറ്റെയിലായ നെക്സ്റ്റിന്റെ മേധാവി ലോർഡ് വോൾഫ്സൺ പറയുന്നു. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ എത്രത്തോളം ആഴത്തിലാണ് എന്നതിന്റെ സൂചനയാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത വർഷം മുതൽ വരാനിരിക്കുന്ന എംപ്ലോയ്മെന്റ് നിയമമാറ്റങ്ങൾ നിയമനം കൂടുതൽ പ്രയാസമാക്കുമെന്നും ആശങ്കയുണ്ട്. അതേസമയം തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷയും ഭാവി ഉറപ്പുമാണ് ലക്ഷ്യമെന്നാണ് സർക്കാർ പറയുന്നത്. നാഷണൽ ഇൻഷുറൻസ് ചെലവുകളും മിനിമം വേതന വർധനവും കമ്പനികൾക്ക് അധിക സമ്മർദ്ദമാകുന്നുവെന്ന വാദവും ഉയരുന്നുണ്ട്. കുറവ് തൊഴിലവസരങ്ങളുള്ള വിപണിയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്നത് യുവാക്കളും പരിചയക്കുറവുള്ള ഉദ്യോഗാർത്ഥികളുമാണ്. ഇതിനിടെ ഔദ്യോഗിക കണക്കുകൾ കൂടുതൽ ആശങ്ക ഉയർത്തുന്നു. 16 മുതൽ 24 വയസ്സ് വരെയുള്ള യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ 16.2%. 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്. ബ്രിട്ടനിലെ കുടുംബങ്ങൾക്ക് വീണ്ടും ജീവിത ചെലവ് ആഘാതത്തിന്റെ മുന്നറിയിപ്പ്. ജൂലൈയിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന പുതിയ എനർജി പ്രൈസ് ക്യാപ്പിനൊപ്പം വൈദ്യുതിയും ഗ്യാസും ഉൾപ്പെടുന്ന എനർജി ബില്ലുകൾ വീണ്ടും ഉയരാനിടയുണ്ടെന്നാണ് ആശങ്ക. മിഡിൽ ഈസ്റ്റ് സംഘർഷവും ആഗോള എണ്ണ ഗ്യാസ് വിപണികളിലെ അനിശ്ചിതത്വവും വിലസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. ഇതോടെ £200 വർധനവാണ് ബില്ലുകളിൽ പ്രതീക്ഷിക്കുന്നത്. എണ്ണയും ഗ്യാസും വിതരണം ചെയ്യുന്ന പ്രധാന മേഖലകളിലെ സംഘർഷ സാഹചര്യം ആഗോള ഊർജ്ജ വിലകളെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും ശക്തമാണ്.
ബ്രിട്ടനിലെ ശരാശരി കുടുംബ എനർജി ചെലവിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം ഉയർന്ന ഭക്ഷ്യവില, ഇന്ധനവില, ദൈനംദിന ചെലവുകൾ എന്നിവ നേരത്തെ തന്നെ കുടുംബ ബജറ്റുകളെ ബാധിച്ചിരിക്കുകയാണ്. വിലക്കയറ്റ സമ്മർദ്ദം തുടരുന്നത് സർക്കാരിനും വലിയ വെല്ലുവിളിയാണ്. പെട്രോൾ, ഡീസൽ വിലയിലെ ചാഞ്ചാട്ടവും ജീവിതച്ചെലവ് പ്രതിസന്ധിയെ കൂടുതൽ കടുപ്പിക്കുമെന്ന ആശങ്കയുണ്ട്. ഊർജ്ജവില നിയന്ത്രണ സംവിധാനം വഴി ഉപഭോക്താക്കൾക്ക് കുറച്ചെങ്കിലും സംരക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിലും ആഗോള സംഘർഷങ്ങൾ നീണ്ടുപോയാൽ ബ്രിട്ടനിലെ കുടുംബങ്ങളുടെ അടുക്കള ബജറ്റിന് തീപിടിക്കും. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.